ഞാനൊരു 5-6 വർഷമായിട്ട് PSCയിലൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് ജോബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. ഒരു പോലീസ് ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെ എനിക്ക് കിട്ടി. അതിൽ അനവിൻ സാറിനോടും അതുപോലെ ഈ യൂണിവേഴ്സിനോടും ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോബ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ഒരു പവർഫുൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ചാനലിലാണ് കുറേ സക്സസ് സ്റ്റോറീസ് ഗവൺമെൻറ് ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്തത്. അതെല്ലാം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം 100% അടിവരെ ഇടുന്നതാണ്. കാരണം എന്താണ്, ഞാൻ എൻ്റെ പ്രാക്ടിക്കലിലും എൻ്റെ ലൈഫിലും അതോടൊപ്പം തന്നെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ലൈഫിലും നമ്മൾ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അന്നേരം ഇവിടെ പറയാൻ പോകുന്ന പവർഫുൾ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി, അതായത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ എല്ലാം പറയുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതാണ്. അഥവാ ഇന്നർ വേൾഡിനെയാണ് നമ്മൾ സ്ട്രോങ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ NLP, മൈൻഡ് പവർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീപ്രോഗ്രാമിംഗ് കൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റുക ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതോടൊപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യവും, നമ്മളൊരു എക്സാമിന് വേണ്ടി മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല എന്ന് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ആദ്യമായി തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സിലബസിനെ കുറിച്ച് വ്യക്തമായുള്ള ധാരണ വേണം. അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പറേഷൻ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ ഡിഗ്രി എക്സാമിനും എഞ്ചിനീയറിംഗ് എക്സാമിനെല്ലാം തന്നെ വളരെ ചെറിയൊരു ടൈം കൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉപയോഗിച്ച 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മന്ത്ലി പ്ലാനർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ 15 രൂപയുടെ നോട്ട്ബുക്ക് മേടിച്ചിട്ട് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു ദിവസം എത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ഒരാഴ്ച ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ എത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ഒരു മാസം എത്ര പോർഷൻസാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മന്ത്ലി പ്ലാനർ പോലെ ഒരു 10 രൂപയുടെ നോട്ട്ബുക്ക് നിങ്ങളെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വർക്കിനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് കയ്യിൽ കരുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടത്? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പിന്തുടരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു A4 ഷീറ്റ് 4 മടക്കും, അതായത് 8 വശങ്ങൾ കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക്, ഇപ്പം യൂണിറ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുന്ന അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഞാൻ എഴുതി വെക്കും. ഒരു ഭാഗങ്ങളിൽ എഴുതി വെക്കും, അത് മടക്കിയിട്ട് അടുത്ത ഭാഗത്ത് എഴുതി വെക്കും. അന്നേരം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് കരുതാം, പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോയി, പിന്നെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിക്ക് നമ്മളോട് മറന്നു പോകും. അന്നേരം നമുക്ക് ടെൻഷൻ വരും, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതെല്ലാം തന്നെ മറന്നു പോയല്ലോ എന്നുള്ളത്. കാരണം മെമ്മറീസ് എപ്പോഴും നമുക്ക് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഷോർട്ട് നോട്ട്, ഇപ്പം ഒരു യൂണിറ്റിൻ്റെ പഠിച്ചു, അതിൻ്റെ ഷോർട്ട് നോട്ട് ഒരു A4 ഷീറ്റ് തയ്യാറാക്കി. രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ചു, അതും ഒരു A4 ഷീറ്റ് തയ്യാറാക്കി. വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് പോയിട്ട് ആ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി A4 ഷീറ്റ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെ മെമ്മറൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാനെല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഡ്രീം ജോബ് മാസ്റ്ററി തന്നെ പറയുന്ന കാര്യമുണ്ട്. എങ്കിൽ ഈ ഒരു കാര്യം, അതായത് ടു ഡു ലിസ്റ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തത്. ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഗവൺമെൻറ് ജോബും. പലർക്കും പല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. അത് ഞാനിവിടെ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ് ആണ്. അതായത് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മളെ ഉപബോധ മനസ്സിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ചില വേർഡ്സ് അല്ലെങ്കിൽ ചില കീസിനെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് മാജിക് ടുഗദർ എന്നുള്ളതാണ്. ബ്രിങ് മാജിക് ടുഗദർ എന്നുള്ള പവർഫുള്ളായ സ്വിച്ച് വേർഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് എത്ര തവണ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഷെയർ ചെയ്യുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അരുണ. ഞാനൊരു 5-6 വർഷമായിട്ട് PSCയിലൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് ജോബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി.
ഒരു പോലീസ് ആവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ എക്സാംസൊക്കെ എഴുതാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ സപ്ലി ലിസ്റ്റിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു തുടങ്ങി. പക്ഷെ എനിക്ക് ജോലി മാത്രം ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ എക്സാംസും ഞാൻ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കാലം ആയതുകൊണ്ട് തന്നെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര കടുത്ത എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ളൊരു മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ അനുവിൻ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അങ്ങനെ ഞാൻ സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തു. അതിൽ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ നമ്മൾ ആ ജോലി നമുക്ക് കിട്ടുന്നു, അതുപോലെ ആ ജോലിക്ക് നമ്മൾ പോകുന്നു, അത് കിട്ടുമ്പോഴുള്ള നമ്മുടെ ആ സന്തോഷം, നമ്മുടെ വീട്ടുകാരുടെ സന്തോഷം, നമ്മുടെ നാട്ടുകാർ നമ്മളെ അഭിനന്ദിക്കുന്നത്, അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ ചെറിയ കുഞ്ഞു പേപ്പറുകളൊക്കെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം എപ്പോഴും എഴുതിയിട്ട് വെക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്ത് നോക്കും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു സന്തോഷമൊക്കെ ഞാൻ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെ എനിക്ക് കിട്ടി. അതിൽ അനുവിൻ സാറിനോടും അതുപോലെ യൂണിവേഴ്സിനോടും എനിക്ക് നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത അരുണ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയുന്നത്. കാരണം അദ്ദേഹം കുറേ വർഷമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ കാര്യങ്ങൾ ചെയ്തിരുന്നു. കൃത്യമായ രീതിയിൽ നമ്മളെ ഡ്രീം ജോബ് മാസ്റ്ററിയിലെല്ലാം തന്നെ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻസ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആഗ്രഹിച്ച ആ ഡ്രീം ജോബ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി മാറിയെന്നുള്ള കാര്യം വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അന്നേരം ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഡ്രീം ജോബ് മാസ്റ്ററിയുടെ പുതിയ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. കാരണം നമുക്ക് അത്രയധികം റിസൾട്ട് കിട്ടിയ ഒരു കോഴ്സാണ് ഡ്രീം ജോബ് മാസ്റ്ററിയുടെ. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഡ്രീം ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ. 2 ടൈപ്പ് നമ്മൾ നൽകുന്നുണ്ട്. ഒന്ന് ഗവൺമെൻറ് ജോലിക്കും ഒന്ന് പ്രൈവറ്റ് ജോലിക്കും വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. അതോടൊപ്പം തന്നെ പല ലോ ഓഫ് അട്രാക്ഷൻ്റെ പല ടെക്നിക്കുകളും, നമ്മളെ ഇൻ്റലിജൻസ് എന്താണ്, നമ്മളെങ്ങനെ പഠിക്കുക എന്നുള്ള കൃത്യമായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനും പ്രാക്ടിക്കലെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഡ്രീം ജോബ് മാസ്റ്ററിയുടെ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് താഴെ ഗ്രൂപ്പിലോ താഴെ കമൻറ്റ് ബോക്സിലെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പറഞ്ഞ പവർഫുള്ളായ സ്വിച്ച് വേർഡ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. രാവിലെ 33 തവണ, അല്ലെങ്കിൽ 33x3 എന്ന് പറയുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. രാവിലെ ഈ പവർഫുള്ളായ സ്വിച്ച് വേർഡ് 33 തവണയും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും രാവിലെ 33 തവണ നിങ്ങൾ കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് 33 തവണ 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്തേക്കാൻ വേണ്ടി ശ്രമിക്കുക. 4ാമത്തെ ദിവസം ഈ പവർഫുള്ളായ സ്വിച്ച് വേർഡ് ഉപയോഗിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കത്തിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് 3 ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ചു 33 തവണ. അത് 4ാമത്തെ ദിവസം ഇത് കത്തിച്ച് കളയുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പഠനത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ പവർഫുള്ളായ സ്വിച്ച് വേർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.